ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മിക്കവാറും പുഷപ്പ് ചെയ്യുന്നത് തെറ്റായിട്ടാണെന്ന്. കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലേ? ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഈ തെറ്റുകൾ നിങ്ങളുടെ റിസൾട്ട് കുറയ്ക്കുക മാത്രമല്ല, പരിക്കിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ടാവാം. പക്ഷെ പേടിക്കേണ്ട, വെറും 5 ലളിതമായ തിരുത്തലുകളിലൂടെ എങ്ങനെ പുഷപ്പുകൾ പെർഫെക്റ്റായി ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മളൊക്കെ എപ്പോഴാ പുഷപ്പ് ചെയ്യാൻ തുടങ്ങിയത്? ചിലപ്പോൾ സ്കൂളിലായിരിക്കും, അല്ലേ? ഇത്രയും കാലമായി ചെയ്യുന്ന ഈ വ്യായാമം ശരിക്കും നമ്മൾ ശരിയായിട്ടാണോ ചെയ്യുന്നത്? നമുക്കിതൊന്ന് പരിശോധിക്കാം. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഏകദേശം 95% ആളുകളും ഒരേ തെറ്റായ രീതിയിലാണ് പുഷപ്പുകൾ ചെയ്യുന്നത്. അതിന്റെ അർത്ഥമെന്താണെന്നോ? നമ്മളിൽ മിക്കവാറും എല്ലാവരും വർഷങ്ങളായി ഒരേ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിചാരിക്കും, എന്താ എനിക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടാത്തതെന്ന്. പുഷപ്പുകൾ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും അതൊരു തുടക്കക്കാരുടെ വ്യായാമം മാത്രമാണ്. എന്നാൽ സത്യം അതല്ല കേട്ടോ. ജിംനാസ്റ്റുകളും സ്പെഷ്യൽ ഫോഴ്സസും പോലുള്ള എലൈറ്റ് അത്ലറ്റുകൾ പോലും അവരുടെ ട്രെയിനിങ്ങിന്റെ ഒരു അടിസ്ഥാനമായി കാണുന്ന ഒന്നാണ് പുഷപ്പ്. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. വർഷങ്ങളായി ഒരേ കാര്യം ചെയ്യുന്നു എന്നതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ആ പഴയ തെറ്റായ ശീലങ്ങളൊക്കെ നമുക്കങ്ങ് മാറ്റിവെക്കാം. ഓരോ പുഷപ്പും എങ്ങനെ കൂടുതൽ കരുത്തുറ്റതും ഫലപ്രദവുമാക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഇതാണ് ഏറ്റവും കോമണായിട്ട് കാണുന്ന തെറ്റ്. ഏറ്റവും അപകടകരമായതും ഇതുതന്നെ. ഇത് നേരിട്ട് നിങ്ങളുടെ തോളെല്ലിന് വേദനയുണ്ടാക്കുകയും കാലക്രമേണ വലിയ പരിക്കുകളിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇടതുവശത്ത് കാണുന്ന ടി ആകൃതിയാണ് വില്ലൻ. കൈമുട്ടുകൾ വശങ്ങളിലേക്ക് നേരെ വിരിക്കുമ്പോൾ സമ്മർദ്ദം മുഴുവൻ തോളിലെ ചെറിയ സന്ധികളിലേക്കാണ് വരുന്നത്. പക്ഷെ വലതുവശത്ത് കാണുന്ന അമ്പിന്റെ ആകൃതി നോക്കൂ. അതാണ് നമുക്ക് വേണ്ടത്. കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്ന് ഏകദേശം 45 ഡിഗ്രിയിൽ വെക്കുമ്പോൾ സമ്മർദ്ദം തോളിൽ നിന്ന് മാറി നിങ്ങളുടെ നെഞ്ചിലെയും കൈകളിലെയും വലിയ പേശികളിലേക്ക് വരും. ഇതാണ് സുരക്ഷിതമായ രീതി. കണ്ടില്ലേ, വെറും ഈ ഒരൊറ്റ മാറ്റം മതി. ഇത് നിങ്ങളുടെ തോളെല്ലിനെ സംരക്ഷിക്കുക മാത്രമല്ല, നെഞ്ചിലെ പേശികളെ ശരിയായി പ്രവർത്തിപ്പിച്ച് നിങ്ങൾക്ക് കൂടുതൽ ശക്തിയും നൽകും. അതായത് തോൾവേദനയില്ല, പക്ഷേ കൂടുതൽ ശക്തി കിട്ടും. ഇതിലും നല്ലൊരു ഡീൽ കിട്ടാനുണ്ടോ? നിങ്ങളുടെ നെഞ്ചില് മസിൽസ് വിചാരിച്ച പോലെ വളരുന്നില്ലേ? അതിന്റെ പ്രധാന കാരണം ചിലപ്പോൾ ഇതായിരിക്കും. പേശികളെ അതിന്റെ ഫുൾ റേഞ്ചിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു നിർണായകമായ തെറ്റ്. പുഷപ്പ് ചെയ്യുമ്പോൾ വെറുതെ കൈമടക്കി നിവർത്തിയാൽ പോരാ. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ മുകളിലേക്ക് വരുമ്പോൾ ആ ഷോൾഡർ ബ്ലേഡ്സ്, അതായത് തോളുകൾക്ക് പിന്നിലെ എല്ലുകൾ പരസ്പരം അകറ്റി തറയെ നിങ്ങളിൽ നിന്ന് ആവുന്നത്ര ദൂരേക്ക് തള്ളി മാറ്റണം. അപ്പോഴാണ് നിങ്ങളുടെ നെഞ്ചിലെ പേശികൾ പൂർണ്ണമായി സങ്കോചിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈയൊരു ചെറിയ ചലനം കൂടി ചേർത്താൽ മതി, നിങ്ങളുടെ പകുതി റെപ്പ് ഒരു ഫുൾ റെപ്പായി മാറും. നിങ്ങളുടെ ചെസ്റ്റിന്റെ വളർച്ചയിൽ ഇത് വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും. അടുത്തത് നമ്മുടെ കോർ, അതായത് ശരീരത്തിന്റെ പവർ ഹൗസ്. പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറും അരക്കെട്ടും ഒരു ഉറപ്പുമില്ലാതെ താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജം ചോർന്നു പോവുകയാണ്. അതുകൊണ്ട് വ്യായാമത്തിന്റെ പൂർണ്ണ ഫലം കിട്ടില്ല. ഈ താരതമ്യമൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ശരീരം ഒരു നനഞ്ഞ നൂഡിൽസ് പോലെയാണോ വളഞ്ഞു കുഴഞ്ഞു പോകുന്നത്? അതോ ഒരു ഉരുക്ക് ദണ്ടുപോലെ നേരെയാണോ? ഗ്ലൂട്ട്സ് നന്നായി മുറുക്കുക, വയറിലെ മസിൽസ് ബലമായി പിടിക്കുക, തല മുതൽ കാൽ വരെ ശരീരം ഒറ്റ നേർരേഖയിൽ നിർത്തുക. ഒരു കാര്യം ഓർക്കുക, പുഷപ്പ് എന്ന് പറയുന്നത് വെറും കൈകളുടെ വ്യായാമമല്ല, അതൊരു ഫുൾ ബോഡി എക്സസൈസാണ്. ശരീരം മുഴുവൻ ഒരു യൂണിറ്റായി ഉറപ്പിച്ചു നിർത്തുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി പുറത്തുവരുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഫിസിക്കൽ തെറ്റുകളെക്കുറിച്ചാണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു മെന്റൽ മിസ്റ്റേക്കിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഗുണമേന്മയേക്കാൾ എണ്ണത്തിന് പ്രാധാന്യം നൽകുന്നത്. ഇത് നിങ്ങളുടെ പേശി വളർച്ചയെ ഇല്ലാതാക്കും. 50 100 പുഷപ്പൊക്കെ വേഗത്തിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? തറയിൽ നിന്ന് തുള്ളിക്കൊണ്ടും മസിലിന് പകരം മൊമെന്റം ഉപയോഗിച്ചും ചെയ്താൽ അതിനെ വ്യായാമമെന്ന് വിളിക്കാൻ പോലും പറ്റില്ല. എന്നാൽ നേരെ മറിച്ച് ഓരോ ചലനവും കൺട്രോൾ ചെയ്ത് മസിൽസിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്ന 10 റെപ്പുകൾക്ക് ആ അർത്ഥമില്ലാത്ത 50 എണ്ണത്തിനേക്കാൾ എത്രയോ ഇരട്ടി ഫലം തരാൻ കഴിയും. എണ്ണത്തിലല്ല, ക്വാളിറ്റിയിലാണ് കാര്യം. നിങ്ങളുടെ മസിൽസിന് 1, 2, 3 എന്ന എണ്ണാൻ അറിയില്ല. അതിനറിയാവുന്നത് എത്ര നേരം ടെൻഷനിലിരുന്നു എന്ന് മാത്രമാണ്. ടൈം അണ്ടർ ടെൻഷൻ എന്നു പറയും. അതുകൊണ്ട് ഓരോ പുഷപ്പും സാവധാനം ചെയ്യുക. ഏകദേശം 2-3 സെക്കൻഡ് എടുത്ത് താഴേക്ക് പോവുക, 1-2 സെക്കൻഡ് എടുത്ത് മുകളിലേക്ക് വരിക. ഇതൊരു സൈലന്റ് കില്ലറാണ്. വളരെ സൂക്ഷ്മമായൊരു തെറ്റാണ്, പക്ഷെ കാലക്രമേണ നിങ്ങളുടെ തോളെല്ലിനെ ഇത് നിശബ്ദമായി നശിപ്പിക്കും. പുഷപ്പിന്റെ ഏറ്റവും താഴത്തെ പോയിന്റിലെത്തുമ്പോൾ ഈ തെറ്റായ ചിത്രത്തിൽ കാണുന്നതുപോലെ നിങ്ങളുടെ തോളുകൾ മുന്നോട്ട് തള്ളിപ്പോകാൻ അനുവദിക്കരുത്. പകരം ഷോൾഡർ ബ്ലേഡ്സ് പിന്നോട്ട് വലിച്ച് നെഞ്ചുവിരിച്ചു വയ്ക്കുക. ഇത് നിങ്ങളുടെ തോളെല്ലിന്റെ സന്ധിയെ സുരക്ഷിതമായി അതിന്റെ സ്ഥാനത്ത് തന്നെ നിർത്തും.
ഈ ഒരു തിരുത്തൽ നിങ്ങളുടെ തോളെല്ലിന്റെ ദീർഘകാല ആരോഗ്യത്തിന് നിർണായകമാണ്. അതുമാത്രമല്ല, നെഞ്ചിലെ പേശികൾക്ക് നല്ലൊരു സ്ട്രെച്ച് കിട്ടുകയും ചെയ്യും. അതായത് പരിക്കൊഴിവാക്കാം, റിസൾട്ട് കൂട്ടാം. ശരി, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 5 കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് എങ്ങനെ ഒരു പെർഫെക്റ്റ് റെപ്പ് ചെയ്യാം എന്ന് നോക്കിയാലോ? ഇതാണ് നിങ്ങളുടെ പുതിയ തുടക്കം. ഈ 4 സ്റ്റെപ്പുകൾ ശ്രദ്ധയോടെ ചെയ്യുക. ആദ്യം ശരിയായ പൊസിഷൻ, പിന്നെ സാവധാനം താഴെ ഒരു നിമിഷം ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ശക്തിയോടെ മുകളിലേക്ക് തള്ളുക. മുകളിലെത്തുമ്പോൾ ഷോൾഡർ ബ്ലേഡ്സ് അകറ്റാൻ മറക്കരുത്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു റെപ്പ് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ 30 തെറ്റായ പുഷപ്പുകൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് 5 ശരിയായ പുഷപ്പുകൾ ചെയ്യുന്നത്. നിങ്ങളുടെ ലക്ഷ്യം പേശി വളർത്തുക എന്നതാണെങ്കിൽ എണ്ണത്തിന് പകരം ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുക. ഇനി നിങ്ങളുടെ ടേണാണ്. വെറുതെ ഇത് കണ്ടിരുന്നാൽ പോരല്ലോ. ഇപ്പോൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് ഒരൊറ്റ പുഷപ്പ്, ആ ഒരൊറ്റ റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നെഞ്ചിലും തോളുകളിലും ആ ടെൻഷൻ അനുഭവിക്കാൻ കഴിയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.